സന്തോഷത്തിൻ്റെ വാർത്തയാണ് മംഗളവാർത്ത. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, ഈശോയ്ക്ക് വഴിവെക്കുവാനുള്ള സ്ഥാപികവനായ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് എല്ലാം സന്തോഷത്തിൻ്റെ വാർത്തകളാണ്. അതാണ് നമ്മുടെ ഈ മംഗളവാർത്ത. ഈശോയുടെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അവിടുത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ നമുക്കിടയായി തീരണം. ആത്മീയമായി ആന്തരികമായി നന്നായി ഒരുങ്ങി വിശുദ്ധിയുടെ ജീവിതം നയിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തെ സ്വീകരിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. പ്രവൃത്തിത്താളുകളുടെ ഈ കാലഘട്ടം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. നമ്മുടെ ഡോക്ടർ തിരുനാഥനമാണ്. തിരുനാഥനങ്ങളെല്ലാവരും ആശംസിക്കുന്നു. അപ്രയകുമാർ അന്തോനിസ് ബാവായുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധനെ പോലെ വിശുദ്ധിയിലേക്കുള്ള വിളിക്ക് പ്രത്യുത്തരം നൽകുന്നവരായി തീരുവാൻ നമുക്കിടയായി തീരുവാൻ പരിശ്രമിക്കാം. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തെ സ്വീകാര്യമായി ഇവിടെ നല്ലനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. Now
15 മുതൽ 22 വരെ വാക്യങ്ങൾ. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറയെ ഇനിമേൽ സാറായി എന്ന് വിളിക്കേണ്ടതല്ല, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ എനിക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 സാറായി പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായിൽ അങ്ങയുടെ ദൈവത്തിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനെയും അവന്റെ സന്തതികളെയും ഞാൻ നിത്യമായ അവരോടുകൂടി സ്ഥാപിക്കും. ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് എനിക്ക് ജനിക്കുവാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ കർത്താവിനോടെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും മെസ്സിഹ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ പുരുഷൻ ഭാര്യയുടെ ശിരസ്സാണ്, ഈശോ തന്നെ ശരീരത്തിന്റെ രക്ഷകനും. സഭ മെസ്സിഹായ്ക്ക് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മെസ്സിഹ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ ഭാര്യമാരെ സ്നേഹിക്കുകയും അത് ജനങ്ങളുള്ള മാമോദീസ വഴി അവളെ ശുദ്ധീകരിച്ച വചനത്താൽ വിശുദ്ധീകരിക്കേണ്ടതിനാണ്. അങ്ങനെ അവൻ മഹത്വപൂർണ്ണയായ സഭയെ കരയോ ചുരുവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവളായി തനിക്ക് തന്നെ സമ്മാനിക്കാൻ പരിശുദ്ധിയും കളങ്കിരകതയുമാക്കാനാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. പ്രത്യുത മിശിഹ
നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ. ഇത് തീർച്ചയായും വ്യക്തമാണ്. നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇതാണ് വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന. നിനക്ക് ക്ഷേമവും ഭൂമിയിൽ ദീർഘായുസ്സുണ്ടാകാനാണിത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്. പ്രത്യുത ശിക്ഷണത്തിലും കർത്താവിനുള്ള പ്രബോധനത്തിലും അവരെ വളർത്തുക. തിരികെ കൊണ്ടുവരുവാൻ രൂപീകൃതമായ ഒരു ജനത്തെ
എല്ലാവരും വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിതെങ്ങനെ അറിയും? ഞാൻ ദൂതനാണ്, എൻ്റെ ഭാര്യ പ്രായമാണ്. ദൂതൻ അവനോട് മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇതാ, ഇവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കുവാൻ കഴിവില്ലാത്തവനുമായിരിക്കും. എന്തെന്നാൽ യഥാകാലം പൂർത്തിയാകാനിരിക്കുന്ന എൻ്റെ വാക്കുകൾ നീ വിശ്വസിക്കുക. ജനം സക്രിയയെ കാത്തു നിൽക്കുകയും വിശുദ്ധ സ്ഥലത്ത് അവൻ വൈകുന്നതിനെ പറ്റി അത്ഭുതപ്പെടുകയും ചെയ്തു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാനും കഴിയില്ല. വിശുദ്ധ സ്ഥലത്ത് അവരുടെ ദർശനമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. അവൻ അവരെ ആംഗ്യം കാണിക്കുകയും മൂവനായി കൊണ്ടുവരികയും ചെയ്തു. ദേവാലയ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. ആ ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ഭാര്യ ഗർഭിണിയായി. 5 മാസം അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രഹസ്യത്തിൽ കഴിഞ്ഞുപോയി. മനുഷ്യരുടെ ഇടയിലുള്ള എൻ്റെ അപമാനം നീക്കുവാനും എന്നെ കടാക്ഷിച്ച് നാടുകളിൽ കർത്താവ് ഈ പ്രകാരം ചെയ്തു തന്നിരിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ആഗമനകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സഭ നമ്മോട് ഈശോയുടെ വരവിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കമുള്ള ജനതയായി മാറുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. മംഗളവാർത്തക്കാലം ഇത് സന്തോഷത്തിൻ്റെ കാലമാണ്. മംഗളകരമായ വാർത്തയാണ് ഈ വിശുദ്ധ കുർബാനയെ തിരുവചനങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ കേൾക്കുന്നു, ഈശോയ്ക്ക് വഴിയൊരുക്കുവാനായി വന്ന സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് സ്നാപയോഹന്നാന്റെ പിതാവിനും മാതാവിനും ഉണ്ടാകുന്ന വെളിപ്പെടുത്തലാണ്, പിതാവിനുണ്ടാകുന്ന വെളിപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ മാലാഖ സക്കറിയായിക്ക് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് പുത്രൻ ജനിക്കുമെന്നുള്ള ആ സന്തോഷകരമായ വാർത്ത അദ്ദേഹത്തെ അറിയിക്കുന്നു. നമുക്ക് പഴയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ അബ്രാഹത്തിന് 90 കഴിഞ്ഞു, 100 വയസ്സാകുമ്പോൾ 90 വയസ്സ് കഴിയുമ്പോൾ ദൈവം അബ്രാഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അബ്രാഹത്തിന് പുത്രൻ ജനിക്കുവാനിരിക്കുന്നതിനെ കുറിച്ച് സാറായ പ്രായം കഴിഞ്ഞവർ ഉണ്ടാകുന്നതാണ്. അവർക്ക് ഒരു പുത്രൻ ജനിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തുമ്പോൾ അവർ ചിരിക്കുകയാണ്. കാരണം മാനുഷികമായിട്ടുള്ള പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള പരിമിതികൾക്ക് അപ്പുറമാണ് ദൈവം അവർക്ക് നൽകുന്ന അനുഗ്രഹം എന്നത്. അത് അറിഞ്ഞ് പിന്നീട് അവർ അത് വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ദൈവം അനുഗ്രഹം നൽകുകയും ചെയ്ത എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, സാംസന്റെ ജനനത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്ക് വായിക്കുന്നുണ്ട്. അവിടെ മനോഹരമായ സാംസന്റെ പിതാവ് അതുപോലെ തന്നെ സാംസന്റെ മാതാവിനെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഗബ്രിയേൽ മാലാഖ ദൈവം അവർക്ക് നൽകുവാനിരിക്കുന്ന പുത്രനെ കുറിച്ചുള്ള വിവരം നൽകുന്നത്. അതുപോലെ തുടർന്ന് നമ്മൾ കാണുന്നു, ഈശോയുടെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ മറിയത്തോട്, പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതെല്ലാം സന്തോഷത്തിൻ്റെ വാർത്തകളാണ്. മാത്രവുമല്ല, ദൂതനാണ്, ദൈവത്തിൻ്റെ ദൂതനാണ് ഇതെല്ലാം ഇവരെ അറിയിക്കുന്നത്. ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 7 മാലാഖമാരിൽ പ്രധാനിയാണ് ഗബ്രിയേൽ മാലാഖ. ഗബ്രിയേൽ മാലാഖയാണ് ദൈവത്തിൻ്റെ സന്ദേശം എല്ലാവരെയും അറിയിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സാക്ഷ്യം നൽകുന്നത്. ഗബ്രിയേൽ മാലാഖയുടെ സ്ഥാനം ദൈവത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ അധികാരത്തെയുമാണ് കാണുന്നത്. നമ്മളുടെ നാട്ടിൻ പുറത്തുള്ള ജീവിത രീതിയിൽ നമ്മൾ പലപ്പോഴും വലതുവശം ശ്രേഷ്ഠമായും ഇടതുവശം ശ്രേഷ്ഠമല്ലാത്തതുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സാധനം ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ
ഇടത് കൈ കൊണ്ട് കൊടുക്കരുത്, ഇടത് കൈ കൊണ്ട് വാങ്ങിക്കരുത് എന്നൊക്കെ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വലതുവശത്തുള്ളത് എന്നാണ് നമ്മുടെ ചിന്താഗതി. യഹൂദ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് വലതുവശം. ദൈവത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന പ്രിയദൂതനാണ് ഈ സന്ദേശം, സന്തോഷത്തിൻ്റെ സന്ദേശം, മംഗളവാർത്ത സക്രിയായി നൽകുന്നത്. സക്രിയായെക്കുറിച്ച്, എലിസബത്തിനെക്കുറിച്ചും സുവിശേഷത്തിൽ അവർ കാണുന്നത് അവർ നീതിനിഷ്ഠരാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അന്യോന്യം പാലിച്ചു വന്നവരാണ്. പലപ്പോഴും നമ്മൾ ഓർക്കുകയും പല ആളുകളും നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് തിന്മയുടെ സകലത്തിൻ്റെ വഴികളുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ചിന്ത നമുക്കുണ്ടാകും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നീതിയോടെ ജീവിക്കുന്ന സക്രിയായും എലിസബത്തിനും മക്കളില്ലായിരുന്നു. അത് യഹൂദ ചിന്താഗതി അനുസരിച്ച് ദൈവത്തിൻ്റെ ശാപമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അങ്ങനെ സമൂഹത്തിൽ അപമാനിതരായി കഴിയുന്ന ഒരു വിഭാഗമായി മക്കളില്ലായ്മ കണക്കാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് സക്രിയായും എലിസബത്ത് ജീവിക്കുന്നത്. എന്നാൽ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് പ്രായം കഴിഞ്ഞെങ്കിലും അവർക്ക് ദൈവം അവർക്ക് പുത്രനെ നൽകുകയാണ്. ഇതിലൂടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ചിന്ത നമ്മളുണ്ടാകണം. നമുക്കുണ്ടായിരിക്കുന്ന ചിന്താഗതി പലപ്പോഴും ദൈവത്തിന് സാധ്യമാണോ എന്നുള്ള ചിന്താഗതിയുള്ള ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പലരും പറയാറില്ലേ, ദൈവം വന്ന് നോക്കിയാൽ പോലും അവന് നന്നാക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അത് നടക്കുകയില്ല എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് സക്രിയായും എലിസബത്തിനും പ്രായം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളെ നൽകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നത് അവർ നീതിനിഷ്ഠരാണ്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരാണ്. അത് നമ്മളുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യമാണത്. നീതിയോടെ വ്യാപരിക്കുക, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ അന്യോന്യം പാലിക്കുക എന്നുള്ളത്. അബ്രാഹത്തോട് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ ചെയ്യുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നീ എന്നെ മുമ്പിൽ നടക്കുക. രണ്ട്, നീ നീതിയോടെ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നടക്കുക എന്ന് പറയുന്ന നീതിയുടെ ജീവിതമാണ്. കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. അബ്രാഹത്തോട് ദൈവം നൽകിയ രണ്ട് നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഫലമായിട്ട് ദൈവം അബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്യുകയാണ്. അബ്രാഹത്തിന് ഉടമ്പടി നൽകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പിതാവായി തീരുമെന്നുള്ള വാഗ്ദാനമാണ് നൽകുന്നത്. അനേകം ആളുകളുടെ പിതാവായി തീരും, മക്കൾ കടലിലെ വളർത്തിൽ പോലെ വർദ്ധിക്കുമെന്ന് അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയുടെ പ്രതിഫലനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമുക്ക് നിരവധിയായ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. നീതിയോടെ വ്യാപരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അന്യോന്യം പാലിക്കുന്നവരായി ജീവിക്കുക എന്നുള്ളതാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ വായനയിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നെല്ലാം തിരികെ അവരെ കൊണ്ടുവന്ന് കാനാൻ ദേശത്തേക്ക് അവരെ നയിച്ചു. എന്നാൽ അവർ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും വിഗ്രഹാരാധനയിലൂടെ ദൈവത്തിന് നൽകേണ്ട ശ്രേഷ്ഠമായ ഏറ്റവും വലിയ ബഹുമാനം, ആരാധന നൽകാതെ അന്യദേവന്മാർക്ക് ബലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മേൽസരായി തീർന്നു. അങ്ങനെയുള്ള ആ ഇസ്രായേൽ ജനം പലപ്പോഴും ശിക്ഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ തുടർന്ന് കാണുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ തിന്മയുടെ ഫലമായി അവർ ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ അവർ എപ്പോഴെല്ലാം പശ്ചാത്തപിച്ചു അവർക്ക് എല്ലാം ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചു, ദൈവത്തിനെ അനുഗ്രഹിക്കുന്നുണ്ട്. തുടർന്ന് ഇങ്ങനെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയ
ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ഈ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട് എന്ന ദൈവത്തിൻ്റെ സാമീപ്യവും പരിപാലനയും അവർക്ക് അവർ വാഗ്ദാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുണ്ട് എന്നുള്ളവർക്ക് അവിടെ നമ്മോട് പറയുന്ന വിധത്തിനെയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ആ നമ്മോടുകൂടി ദൈവം വസിക്കുന്നു. അതാണ് ബഹുമാനം. ഈശോ നമ്മോടുകൂടിയുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ആ ഉറപ്പ് നമുക്ക് ബോധ്യമാകണമെങ്കിൽ കുറച്ച് വിശ്വാസത്തിലേക്ക് ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉറപ്പ് അനുസ്മരിക്കുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുണ്ടായാലും അതിൽ ഭയപ്പെടുകയില്ല. കാരണം ദൈവം എല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് നന്മയെന്ന് കരുതുന്ന പലതും നമുക്ക് നന്മയായിരിക്കുകയില്ല. അതേസമയം എല്ലാം അറിയുകയും എല്ലാം കാണുകയും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്ന, കഴിഞ്ഞതും വരുവാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടുന്ന് നമുക്ക് ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുണ്ടാകുമ്പോഴും തകർച്ചകളുണ്ടാകുമ്പോഴും രോഗങ്ങളുണ്ടാകുമ്പോഴും അതുപോലെ നമ്മൾ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാം ഓർക്കേണ്ടതുകൊണ്ടാണ് ദൈവം ഇതെല്ലാം നമുക്ക് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ അവിടെ നമ്മോടുകൂടിയുണ്ട്, നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കുടനീളം കാണുവാൻ സാധിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട് എന്ന് പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആവർത്തനം നമ്മെ കൂടുതലായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് ഉറപ്പാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ തീർച്ചയായും പ്രത്യാശയോടുകൂടി ദൈവത്തിൽ ശരണപ്പെട്ട് നീതിനിഷ്ഠരായി നമ്മൾ വ്യാപരിക്കണം. കളങ്കമറ്റവരായി ജീവിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് നമ്മൾ ജീവിക്കണം. തുടർന്ന് നമ്മൾ കാണുന്ന പൗലോസ്ലീഹ എഫെസ്യർക്കെതിരെ ലേഖനത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നൽകുന്ന നിർദ്ദേശങ്ങൾ, മംഗളകരമായ സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭാര്യ ഭർത്താവ് വിധേയരായി ജീവിക്കണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. തന്നെത്താൻ സ്നേഹിക്കണം. തൻ്റെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മക്കൾ മാതാപിതാക്കന്മാർക്ക് വിധേയരായി ജീവിക്കണം. മാതാപിതാക്കന്മാരെ അനുസരിക്കണം. കാരണം ദൈവം വാഗ്ദാനത്തോടുകൂടി നൽകിയ ഏക കൽപ്പന ഇതാണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് വേദപാഠം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് 10 കൽപ്പനകൾ പഠിക്കുമ്പോൾ അത് 4-ാമത്തേതാണ്. നല്ല പ്രായത്തോളം ഭൂമിയിൽ ജീവിക്കാനായിട്ട് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നതായിരുന്നു. അത് പിന്നീട് കാലഘട്ടത്തിൽ ചുരുക്കി മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് മാത്രമായി മാറി. എന്നാൽ ഈ കൽപ്പന നമുക്ക് നൽകുന്ന വാഗ്ദാനം ദീർഘായുസ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ മാതാപിതാക്കന്മാർക്ക് വിധേയരായി മക്കൾ ജീവിക്കണമെന്നുള്ളതാണ്. തുടർന്ന് മാതാപിതാക്കന്മാർക്ക് ദൈവം നൽകുന്ന ആ ദൈവത്തിൻ്റെ കൽപ്പന പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ കാണുന്നത് മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിനൊത്ത് വളർത്തുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസത്തിൽ അവരെ വളർത്തണം, നന്മയിൽ അവരെ വളർത്തണം, തിന്മയിൽ അവരെ കറക്റ്റ് ചെയ്യണം, തെറ്റുകൾ തിരുത്തി കൊടുക്കണം. അത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. പല മാതാപിതാക്കന്മാരും മക്കൾ എന്ത് പറഞ്ഞാലും എന്ത് തെറ്റ് ചെയ്താലും തിരുത്തുവാൻ തയ്യാറാകാതെ അവരുടെ ഇഷ്ടമനുസരിച്ച് വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് മാതാപിതാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ ദൗത്യമാണ് നിർവഹിക്കാതിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. മക്കളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കാത്തു സൂക്ഷിക്കുവാനായി, ദൈവത്തിന് തിരികെ സമർപ്പിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന വിധിയാണ് എന്നുകൂടി ഓർക്കണം. അവരെ നിരുന്മേഷകരായി വളർത്തരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളും പഠനങ്ങളും വിശ്വാസത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടും അവർക്ക് മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലും അതുപോലെ തന്നെ നന്മയിലും വളർത്തിക്കൊണ്ടുള്ള
കർത്തവ്യങ്ങളുടെ എല്ലാം നിർവഹണം ആത്യന്തികമായി നമ്മെ സന്തോഷത്തിലേക്ക് എത്തിക്കുക. അതാണ് കർത്താവിൻ്റെ മംഗളവാർത്ത നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മംഗളമായ ജീവിതം, സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ദൈവോന്മുഖമായ വിശ്വാസത്തിൻ്റെ ഉദാശകൾ സ്വീകരിച്ചുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി മാറിയെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. സക്കറിയ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം എന്നെ ഓർത്തു എന്നുള്ളതാണ്. ദൈവം സക്കറിയയെ ഓർത്തു എന്നുള്ളതാണ് സക്കറിയ എന്ന പേരിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം ഓർക്കുന്നുണ്ട്. നമ്മളുടെ പ്രാർത്ഥനകൾ അത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായി തീരണമെങ്കിൽ തീർച്ചയായും ഈ സക്കറിയയെയും എലിസബത്തിനെ പോലെ നീതിയോടെ വ്യാപരിക്കുന്നവർ, കുറ്റമറ്റവരായി ജീവിക്കുന്നവരാണ്. അബ്രാഹത്തോട് ദൈവം ചെയ്ത ആ ഉടമ്പടിയിൽ അബ്രാഹത്തോട് ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ: നീ കുറ്റമറ്റവനായിരിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അവിടുത്തെ മുമ്പിൽ നീതിയോടെ വ്യാപരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. ഈ കൽപ്പനകൾ അബ്രാഹത്തിന് സക്കറിയയ്ക്ക് മാത്രം നൽകിയതല്ല, ഇന്ന് സഭയിലുള്ള എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന കൽപ്പനയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയോടെ വ്യാപരിക്കുക എന്നുള്ളത്. നീതിയുടെ ജീവിതം നയിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരാണ്. അത് നമ്മെ മഹത്വപൂർണ്ണമായ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെയും വഴികളിൽ നമുക്കിപ്പോൾ പ്രകാശവും വഴികാട്ടിയുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക്കുവാൻ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ നീതിയോടെ വ്യാപിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ അന്വേഷണം കുറ്റം കൂടാതെ കുറവ് കൂടാതെ പാലിച്ചുകൊണ്ട് ജീവിച്ച് ഈശോയുടെ ആഗമനത്തെ വരുവാനത്തെ വഴികളെ സ്വീകരിക്കുവാൻ ഒടുക്കമുള്ള ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരട്ടെ. അതുപോലെ തന്നെ ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട് എന്നുള്ളത് ഓർക്കണം. ആ അർത്ഥത്തിന് അനുയോജ്യമായി നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൻ്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പേരുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികളും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാതായിരുന്നെങ്കിൽ അത് തെറ്റായ വഴിയിലൂടെ നീങ്ങുന്നു എന്നതിനർത്ഥം തെളിവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ നാമം നമ്മൾ ദൈവമക്കളെന്ന് വെച്ച് നിലയിൽ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ ഇടയായി വരട്ടെ. മംഗളവാർത്തക്കാരൻ നമുക്കെപ്പോഴും അനുഗ്രഹം പ്രാപിക്കുവാനുള്ള കാലഘട്ടമാണ്. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ജീവിതത്തെ നവീകരിക്കുവാനും നമുക്ക് കൊണ്ടുവരുവാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുകയും നമുക്ക് ഉദയം ചെയ്യാം. ആദത്തിന്റെ പാപമൂലം അത് മരിച്ച മനുഷ്യർക്ക് രക്ഷണയെ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങളുടെ പാപമായ രക്ഷകനാകുമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ ദൈവനായ മിശിഹായെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ ഞങ്ങളുടെ സഭയുടെ പിതാവായ ആർക്കിയോസ് മെത്രാപ്പൊലീത്തായി ഞങ്ങളുടെ അധ്യക്ഷനായ ആരോഗ്യ മെത്രാപ്പൊലീത്തായി ഞങ്ങളുടെ പിതാവ് പരിദർശനമായ ആരോഗ്യ മെത്രാനെയും ആര്യാഗോപ മെത്രാനെയും അവർ ശുശ്രൂഷകളെ മാന്യങ്ങൾ നൽകിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങളുടെ പുറത്തു വരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗ്രഹം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആരാധനയെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പത്രികസ്മരമിത്രന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കാൻ സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. അവിടുന്ന്
ആശ്വസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടും. സ്തുതിഗീതങ്ങൾ പാടും.
ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പഠിച്ചുപോയി ഞങ്ങളെ സംഹരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ പരകരമായ പ്രകൃതിയെ നിസ്സമൃദ്ധമായ അനുഗ്രഹത്താൽ നടത്തുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ഞങ്ങളുടെ ശ്രേഷ്ഠമിത്രാപതിക്കായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ യോസഫിത്രാപതിക്കായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവായ യോസഫിത്രാനും നാട്യപതിക്കാനും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാക്കളും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അമ്മകളുടെയും ബഹുമാനത്തിനും വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ദേശതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ നാമത്തിൽ പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരണത്തിന് കുർബാനയ്ക്ക് യോജിച്ചതിലും അങ്ങയുടെ ജനത്തോട് എളിയവനായ എന്നോട് വർദ്ധിക്കണമേ. എന്റെ പാപങ്ങളുടെ വർദ്ധിക്കരുതേ. അങ്ങയുടെ കൃപയാൽ വിശ്വാസത്തിൽ സ്വീകരിക്കുകയും ഞാനും ഇവരും കടങ്ങളുടെ വർദ്ധിക്കും യോഗ്യരാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ വിശുദ്ധായിയുടെ പ്രാർത്ഥനകളിലൂടെ കുർബാന സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തെ ശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ അർപ്പിക്കുന്നു. മാതാവായ ബലികാരണത്തിനെയും അങ്ങയുടെ സന്നിധിയിൽ സന്ദേശിക്കുന്ന നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാപസ്മരണം അങ്ങയുടെ ഔന്നത്യവും സമൃദ്ധമായ സന്താനമാകുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപ്പെട്ടതായ ഈശോമിശിഹായെ അയച്ചതെന്നും ഉപവാസത്തിലെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോയാകുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, സാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, പുത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരും വിശുദ്ധമായ സന്താനമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശകരുമായ ഈ ദാസനും അങ്ങ് നൽകിയ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ അനുഭവത്തിന്റെയും കണ്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും ജ്ഞാനത്തിന്റെയും മകനീയവും ഭയങ്കരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങളെ ശുദ്ധരായി ആർക്കും പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ നിന്റെ ദാസന്റെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും
സഹോദരന്റെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട്
ഈ മനസ്സായി
സഹോദരനെ, മിശിഹായുടെ തിരിച്ചടിയുടെ രക്തങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ മഹത്വത്തിൽ പങ്കുകാരാകുകയും
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ചതിന് ശരീരവും പാനം ചെയ്തതിന് രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഇന്ന് എല്ലാ ആളുകളും ധാന്യ സമയത്തിൽ കയ്യിലും ധാരാളം സമയം ഉപയോഗിച്ചിരിക്കുന്നത്. ആ സമയത്ത് അതാത് വാളുകാർ ഒരുപാട് ശ്രദ്ധിക്കുക. മറ്റ് സമയങ്ങളിൽ മാറി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവസരം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. രാവിലെ കൊണ്ടുവരുന്നത് ഇന്ന് 1-2 വാളുകാരാണ് നമുക്ക് കുർബാനയിലെ ശ്രദ്ധിക്കാറുണ്ടാകുന്നത്. കുർബാനയ്ക്ക് സമർപ്പിക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. 9 മണിക്ക് 3, 4, 5 വാളുകാരാണ് വേണ്ടത്. 11 മണിക്ക് കുർബാനയുണ്ട്. 12 മണിക്ക് 6, 7, 8 വാളുകാരാണ്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കുർബാനയുണ്ട്. ആ കുർബാനയിൽ 9, 10, 11 വാളുകാരാണ്. 3:30 മണിക്ക് കുർബാനയിൽ 12, 13, 14 വാളുകാരാണ്. 5 മണിക്ക് കുർബാനയ്ക്ക് 15, 16, 17 വാളുകാരാണ് സമ്മതിക്കാനുള്ള വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അത് വാളുകാർ ആ സമയമാണ് കുർബാനയിൽ സമ്മതിക്കണം വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ തന്നെ 5 മണിക്ക് കുർബാനയും പ്രവചനയും കഴിയുമ്പോൾ നോട്ടീസിൽ പറഞ്ഞിരുന്നു പ്രദക്ഷിണമുണ്ട് എന്നുള്ളത് ശരിയാണ്. വാർത്തകളല്ലാതെ പ്രദക്ഷിണമാണ്. ആ പ്രദക്ഷിണത്തിൽ അധികം ആളുകൾ സംബന്ധിക്കാൻ അനുവാദമല്ല. അതാണ് പ്രശ്നങ്ങളൊന്നും എല്ലാവരും കഴിയാറുള്ള കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ നിയമങ്ങൾ പാലിക്കണം. അതുകൊണ്ട് പ്രദക്ഷിണത്തിന് പ്രദേശത്തിനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുരിശിന് ഇരുവശത്തും കുട, ഓരോ കുട, 2 കുട 2 വശത്തായിട്ട് ഓരോ വശത്തായിട്ട്. അതുപോലെ തന്നെ തിരുസ്വരൂപത്തിന് ഇരുവശത്തും കുടകൾ. അതിനുശേഷം പ്രസിഡന്റ് പ്രസിഡന്റ് പോയി അതിന് പുറമെ രൂപപ്പെട്ടി വയ്ക്കുന്ന ശുശ്രൂഷയിൽ 2 തിരികൾ വെച്ച് 2 ശുശ്രൂഷകൾ. അതിനുശേഷം ആരോഗ്യക്കാർക്ക് തിരുശേഷങ്ങളായി നൽകുകയാണ്. ഇങ്ങനെയാണ് പ്രദക്ഷിണം ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രദക്ഷിണത്തിന് നമുക്ക് സംബന്ധിക്കാൻ അനുവാദമുള്ളത് 40 പേർക്കാണ്. ബാക്കിയുള്ള ആളുകൾ ഇനി 40 പേരാണ് ഉള്ളവർ അകലം പാലിച്ച് പോകുവാനായിട്ട് അടുത്തുള്ള 2 മീറ്റർ അകലം പാലിച്ച് പ്രദർശനത്തിന് സംബന്ധിക്കാൻ. ബാക്കി ആളുകൾ പ്രാർത്ഥിക്കുക, അല്ലാതെ ചെയ്യാനുള്ള കാര്യങ്ങൾ നിയമങ്ങൾ ലംഘിച്ച് അതിന് പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിനേക്കാൾ നല്ലത്
കൂടാതെ കൂട്ടം കൂടിയുള്ള രോഗാവസ്ഥ വ്യാപകമായിരിക്കുമ്പോൾ പലരും നമുക്ക് കാരണമാകാൻ പരിശ്രമിക്കണം എന്നുള്ളത്. അതുപോലെ ആഗമനകാലമാണിത്. ഈ ആഗമനകാലം എന്ന് പറയുന്നത് ഒരു കാലഘട്ടമാണ്. ഈശോയുടെ വരവിനെ സ്വീകരിക്കാൻ ആത്മീയമായി ഒരുങ്ങുന്ന ഒരു കാലഘട്ടം. പ്രാർത്ഥനയും ഒക്കെയായിട്ട് നമ്മൾ കുടിക്കുന്ന ആത്മീയ നവീകരണത്തിനുള്ള ഒരു അവസരമാണിത്. നോമ്പുകാലത്ത് ആരും നോമ്പെടുക്കണം. നോമ്പുകാലത്ത് വിവാഹം നടത്തിയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അടുത്ത വെള്ളിയാഴ്ച മാസം വെള്ളിയാഴ്ചയാണ് 5:30 മണിക്ക് ആരാധനയുണ്ട്. രാവിലെ 5:30 മണിക്ക് വിശുദ്ധകുർബാനയെ കുറിച്ച് ആരാധനയുണ്ട്. അതിനുശേഷം വിശുദ്ധകുർബാന. അതുപോലെ പള്ളി ചെയ്യേണ്ടത് അടുത്ത ശനിയാഴ്ച പള്ളി ചെയ്യേണ്ടത് 11-ാമത്തെ വാർഡുകളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഭംഗിയായി സഹകരിച്ച് എല്ലാം എല്ലാവരും വളർത്തുന്നതിന് വേണ്ടി സമർപ്പിച്ചിരിക്കാനാണ് നമുക്ക് സാധിക്കട്ടെ. അതുപോലെ നമ്മളെല്ലാവരും പിന്നീട് കാര്യങ്ങളിൽ കൃത്യമായിട്ട് നടത്തിക്കൊടുക്കണം എന്നത് കൃത്യമായിട്ട്. മറ്റൊരു കാര്യമില്ലാതെ നമുക്ക് വീടുകളിൽ കാർഷിക പിരിവുകളുള്ള അല്ലെങ്കിൽ ദശാംശം കൊടുക്കുവാനായിട്ട് ഒത്തിരി പെരുന്നാളായി നമ്മൾ ആചരിച്ചിരുന്നത്. ഇപ്പോൾ ആ പെരുന്നാളിനെ സാധാരണ കാർഷിക സാധനങ്ങൾ വിൽപ്പനകളിലൂടെ കൊടുക്കുവാൻ പറ്റുന്നുണ്ട്. ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം പറയുന്നത് ഞങ്ങൾ ദശാംശങ്ങളുടെ വ്യവഹാരത്തിൻ്റെ ദശാംശങ്ങളുടെ കുറവില്ലാത്തിട്ട് വ്യവഹാരത്തിൽ എത്തിക്കുന്നത് വ്യവഹാരം പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും സാധാരണ എന്തെങ്കിലും ഒരു നോക്കലായിട്ട് നാമമാത്രമായിട്ടില്ല എന്നുള്ളതല്ല. ദൈവം നമുക്ക് നൽകുന്നത് ലോട്ടറിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പറഞ്ഞില്ലല്ലോ നമുക്ക് ലഭിക്കുന്ന ഈ ഇങ്ങനെ ലഭിച്ചിട്ടുള്ള പകുതി ദേവാലയത്തിന് ആവശ്യമായി പകുതി കുട്ടികളുടെ വീട് വിഷമിക്കുന്ന രോഗികളായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ചികിത്സിക്കാൻ സൗകര്യമില്ലാതെ സാമ്പത്തികമായി വിഷമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ പല വിധത്തിലുള്ള രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്ന ആളുകൾ ഇപ്പോൾ എന്നിവയുള്ള തുകയുടെ 50% ഇങ്ങനെ ഉള്ള പ്രവർത്തകർക്കും 50% ദേവാലയത്തിൻ്റെ കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. വലിയ സംഖ്യയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു വരുമാനമില്ലാത്ത കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ റബ്ബർ കുറച്ച് മരം റബ്ബർ ടാപ്പ് ചെയ്യാനായിട്ട് മാറ്റിട്ടു. ഇത് കഴിഞ്ഞപ്പോൾ വെട്ടുകാരനെ 2-3 വീട്ടിൽ നടന്നു. അതിനോടൊപ്പം കാർക്ക് രോഗം ബാധിച്ച് കിടപ്പിലായി. വിസർപ്പണ രോഗം നിമിത്തം മാസങ്ങളോടെ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു വരുമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ആത്മാർത്ഥമായി ഓടി വരുമാനത്തിൽ കൊടുക്കണമെന്ന് പ്രവർത്തിക്കുന്നു. ഈ ഇടവക ഐക്യത ചാർട്ടോ പ്രോസസ്സിൽ നമ്മൾ വികസിപ്പിക്കും. കൂടല്ലൂർ പള്ളി ഇടവക കാഞ്ഞിരം നിൽക്കുന്നത് ജോസഫ് മറിയമ്മൻ ആനണി എന്നിവരുടെ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയാൽ അങ്ങയെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി വിശുകാരുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ, ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപാന്തകാലത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ സ്വീകരിച്ച് ഞങ്ങൾ ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ലോകത്തിൻ്റെ പ്രകാശവും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയുമായ മിശിഹായെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ ജനമേ, രക്ഷ
സമാധാനത്തിന്റെ ദൈവം മംഗളവാർത്തക്കാലത്ത് ഞങ്ങളെ പരിപൂർണമായി വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എന്നേക്കും. ഒരു കാര്യം ഓർമ്മിക്കട്ടെ, നമ്മുടെ പള്ളിയിൽ ഈ തിരുനാൾ ദിവസങ്ങളിലെല്ലാം വളരെ മനോഹരമായിട്ട് മുത്താരാധനകൾ ചെയ്യുന്നത് ഞങ്ങളുടെ സിസ്റ്റേഴ്സാണ്. വളരെ പ്രത്യേകം നന്ദിയുണ്ടാകുന്നു. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ചില സംശയത്തിലാണ് നമ്മുടെ ദേവാലയത്തിൽ നേരത്തെ എത്തിച്ചിരുന്ന തിരികാലുകളുണ്ട്. അത് ചിലതെല്ലാം കേടായി ഇവിടെ വെച്ചിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഈ കൽത്താലയെ കൊണ്ട് വെച്ചിട്ടുള്ളത് അത് യോജിക്കുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് തിരികാലുകൾ വെച്ചത്. അത് സ്ഥിരമായിട്ട് മാറ്റി വെച്ചതല്ല. അതിന് പ്രത്യേകത ഓർക്കണം. ആർക്കും നോക്കേണ്ടതില്ല. ഒരു സാധനവും ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകം ഓർക്കുക. ഈ തിരുനാളിനെ കഴിയുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ നന്നാക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പലർക്കും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഇതിനകത്ത് തിരിയിടുന്ന സ്പ്രിങ്ങുണ്ട്, അത് കിട്ടാനില്ല. അതുകൊണ്ടാണ് അതെല്ലാം എത്തിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്ക് കൊറോണ വൈറസിൻ്റെ ബാധയിൽ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാർത്ഥന. പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പൂർണ്ണമായും അങ്ങയെ ശരണപ്പെടുന്നു. ഞങ്ങളുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് ബാധയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും രോഗികളെ ആശ്വസിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ത്രാണികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും ഞങ്ങൾ സഹായിക്കണമേ. മരണത്തിന് നടുവിൽ വീണ താഴ്വരയിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടുകൂടി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഇനിമേൽ വാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴിയിലൂടെ അങ്ങേപ്പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ വലിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അങ്ങനെ അന്യമായ കാര്യങ്ങളാൽ സംരക്ഷിക്കുന്നതിനായി സന്തുഷ്ടനായ ഞങ്ങളുടെ നാമം അങ്ങനെ രാജ്യങ്ങളുടെ നിരന്തരം ഞങ്ങളെ പരിപാലിക്കുന്നവരും ഞങ്ങളുടെ സ്നേഹപിതാവുമായ ദൈവമേ, സകല ജീവജാലങ്ങളും അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുകയും അങ്ങനെ വേണ്ടിക്ക് കൊല്ലുകയും ചെയ്യുന്നവരെ വിശ്വസിച്ചുകൊണ്ട് ദൈവപരിപാലനയ്ക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച വിശുദ്ധ ഞങ്ങളുടെ ദൈവപരിപാലനയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം തരണമേ. അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ും
അങ്ങയാൽ